الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് വിശ്വാസികളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഈ ഭൂമുഖത്ത് നിന്ന് എപ്പോൾ അവൻ്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നാലും അവൻ്റെ സ്വർഗം നേടുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ചേരുന്ന വിശ്വാസികളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന് എന്നല്ല സകല ജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ അത്യാവശ്യമായ ഘടകങ്ങളാണ് വായു, വെള്ളം, ഭക്ഷണം മുതലായിട്ടുള്ളവ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വായു പോലെ, വെള്ളം പോലെ, ഭക്ഷണം പോലെ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് മൂല്യങ്ങൾ, വാല്യൂസ്. ചെടികളും ജന്തുക്കളും അവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ചിലപ്പോൾ സസ്യങ്ങൾ മൃഗങ്ങളെ ആശ്രയിക്കുന്നു, മൃഗങ്ങൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നു, അവർ രണ്ടുപേരും പരിസ്ഥിതിയെ ആശ്രയിക്കുന്നു. അങ്ങനെ പ്രകൃതിയിലുള്ള മറ്റു ചരാചരങ്ങൾ അവയുടെ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഭൂമുഖത്ത് ജീവിതം അല്ലെങ്കിൽ അവരുടെ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട് എന്നതുകൊണ്ട് അവനൊരു പ്രത്യേക തരത്തിലുള്ള കഴിവ് അവൻ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ കഴിവ് അവനെ ഉന്നതനാക്കുവാൻ പര്യാപ്തമാണ്, അതുപോലെ അധമരിൽ അധമനാക്കുവാനും പര്യാപ്തമാണ്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് നന്മമരമാവുവാനും നാശഹേതുവാകുവാനും സാധിക്കും എന്നുള്ളതാണ് അവന്റെ പ്രത്യേകത. അപ്പോൾ പ്രപഞ്ചനാഥൻ പഠിപ്പിച്ച പ്രാപഞ്ചിക മൂല്യങ്ങളെ ജീവിതത്തിലേക്ക് വഴി നടത്തുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നന്മമരങ്ങളായി മാറുന്നത്. നന്മമരങ്ങളായി മാറുവാൻ, മൂല്യങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുവാൻ നമുക്കുണ്ടാവേണ്ട അടിസ്ഥാനപരമായ ഒന്നാകുന്നു മൂല്യ വിദ്യാഭ്യാസം അഥവാ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. മൂല്യങ്ങളെ നമുക്ക് മൂന്നായി തരംതിരിക്കുവാൻ സാധിക്കും. ഒന്നാമത്തേത് വിശ്വാസ മൂല്യങ്ങളാണ്, രണ്ടാമത്തേത് കർമ്മ മൂല്യങ്ങളാണ്, മൂന്നാമത്തേത് സ്വഭാവ മൂല്യങ്ങളാണ്. ഏറ്റവും അടിസ്ഥാനപരമായ കേന്ദ്രമൂല്യം അത് വിശ്വാസ മൂല്യമാണ്. കർമ്മങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്, ഊർജം നൽകുന്നത് വിശ്വാസ മൂല്യങ്ങളാണ്. വിശ്വാസത്തിന്റെ അടിത്തറ ഭദ്രമല്ലെങ്കിൽ നമുക്ക് കർമ്മങ്ങൾ ചിലപ്പോൾ ശൂന്യമായി അനുഭവപ്പെടും. എന്തിനാണിത് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും. എന്തിനാണ് ഈ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യം വരാതെ വരും. അത് വിശ്വാസത്തിന്റെ അടിത്തറ ഭദ്രമല്ലാത്തത് കൊണ്ടാണ്.
അതുകൊണ്ട് സ്ട്രോങ് ആയ വിശ്വാസഭദ്രതയുള്ള ഒരു മൂല്യസങ്കല്പത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കുവാൻ. വ്യക്തിക്കും സമൂഹത്തിനും സുസ്ഥിരതയും ആനന്ദവും പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വഭാവ മൂല്യങ്ങൾ. വ്യക്തിക്കും സമൂഹത്തിനും ആനന്ദപൂർണവും അതുപോലെ സുസ്ഥിരതയും സമൂഹത്തിൽ ഭദ്രതയും എല്ലാം രൂപപ്പെടുത്തുന്നത് സ്വഭാവ മൂല്യങ്ങളിൽ നിന്നാണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്ന് നമ്മൾ പറയും. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. ഈ സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറയും സ്വഭാവ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിൽ ഊന്നിയ കർമ്മനിരതമായ സ്വഭാവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ആ വാല്യൂ ഉള്ള മൂല്യാധിഷ്ഠിത ജീവിതം എന്ന് നമ്മൾ ആ ജീവിതത്തെക്കുറിച്ച് പറയുക. വിശുദ്ധ ഖുർആനിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന ധാരാളം ഉപദേശങ്ങളെ സൂറത്ത് ലുക്മാനിൽ പറയുന്നിടത്ത് ആരംഭിക്കുന്ന വചനത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഈ ആശയം നമ്മളോട് പറയുന്നുണ്ട്. സൂറത്ത് ലുക്മാനിലെ 12-ാമത്തെ വചനം, 31-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ലുക്മാൻ ഉപദേശം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അനിഷ്കുർ ലില്ലാ വമൻ യഷ്കുർ ഇന്നമാ യഷ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് ലുക്മാൻ ഉപദേശം ആരംഭിക്കുന്നു. അനിഷ്കുർ ലില്ലാ, നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. വമൻ യഷ്കുർ, ആരെങ്കിലും നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവനോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത്. അത് അവന്റെ ഗുണത്തിന് വേണ്ടിയാണ് അവൻ നന്ദി കാണിക്കുന്നത്. വമൻ കഫറ, ആരെങ്കിലും നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹു പരാശ്രയമുക്തനാണ്, അതുപോലെ സ്തുത്യർഹനാണ് എന്നുള്ളതാണ്. അള്ളാഹു സെൽഫ് സഫിഷ്യന്റ് ആണ്. അള്ളാഹു സെൽഫ് സഫിഷ്യന്റ് ആണ്, ഗനിയാണ്. സെൽഫ് സഫിഷ്യന്റ് എന്ന് പറയുന്നതിന് രണ്ട് രീതിയിൽ നമ്മൾ വ്യാഖ്യാനം പറയും. ഒന്ന്, സ്വയം പര്യാപ്തനാണ് എന്ന് നമ്മൾ പറയും. അതിനേക്കാൾ മനോഹരമായ ഒരു അർത്ഥമാണ് പരാശ്രയമുക്തനാണ് എന്നുള്ളത്. മറ്റുള്ളവരാൽ യാതൊരു ആശ്രയവും വേണ്ടാത്തവനും നമ്മുടെ ഒരു നന്ദി വാക്ക് കേട്ടിട്ട് നമ്മളെല്ലാവരും പള്ളിയിൽ നമസ്കരിക്കുന്നതിനെയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതും കണ്ടിട്ട് ആനന്ദമടയാൻ ആ തരത്തിലല്ല അള്ളാഹു അതിൻ്റെ എത്രയോ മേലെയാണ്. അള്ളാഹുവിന് അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല എന്നതാണ്. അപ്പോൾ ആരെങ്കിലും ശുക്ർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവനോട് തന്നെയാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തന്റെ രക്ഷിതാവ് സ്വയം പര്യാപ്തനും സൃഷ്ടികളുടെ നന്ദി വാക്കുകൾക്ക് അതീതനാണ് എന്നും അവൻ നൽകിയ പ്രകൃതി മാർഗം അത് പുണരുക വഴി തനിക്ക് തന്നെയാണ് ഗുണമുണ്ടാവുന്നത് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ കർമ്മ സ്വഭാവ സംസ്കൃതനാവുകയും ചെയ്യുന്നവന്റെ പേരാണ് വിശ്വാസി എന്ന് നമ്മൾ പറയുക. അപ്പോ ഈ വിശ്വാസ മൂല്യങ്ങളെ, ഉറച്ച വിശ്വാസ മൂല്യങ്ങളുള്ള കർമ്മമൂല്യങ്ങളിൽ സക്രിയമായ സ്വഭാവ മൂല്യങ്ങളാൽ പ്രശോഭിതനാകുന്നവനായി നമ്മളൊരു മൂല്യ ജീവിതമുള്ളവനാണ് എന്ന് പറയും. അപ്പൊ ഈ മൂല്യ ജീവിതത്തിന്റെ അടിസ്ഥാനം, കളരിയാണ് മൂല്യവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ മൂല്യവിദ്യാഭ്യാസത്തെ കുറിച്ച് ഇത്രയും അടിസ്ഥാനം നിങ്ങളോട് പറയാനുള്ള കാരണം ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ലളിതമായി പറഞ്ഞാൽ മദ്രസ വിദ്യാഭ്യാസത്തെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ, മൂല്യവിദ്യാഭ്യാസത്തെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആലോചിക്കാൻ. നമ്മൾ പലപ്പോഴും അങ്ങനെ ആലോചിക്കാറില്ല. നമ്മൾ വളരെ ലളിതമായിട്ടാണ് അതിനെ പലപ്പോഴും കാണാറുള്ളത്. അപ്പോ മൂല്യവിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങളാകുന്നു നമ്മൾ മദ്രസകൾ എന്ന് പറയുന്നത്. ഈ മദ്രസകളുടെ ലക്ഷ്യം വിദ്യാർത്ഥികളെ, കുട്ടികളെ സംസ്കാരപൂർണരാക്കി തസ്കിയത്തുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന്റെ മാർഗമാവട്ടെ അറിവുകൾ സ്വാംശീകരിക്കലും മനോഭാവ രൂപീകരണവും നൈപുണ്യ പരിശീലനവും ഒക്കെയാണ് ഇതിന്റെ മാർഗമായി നമ്മൾ സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മദ്രസകൾ കേവലം അറിവുൽപാദന കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു കുട്ടിയെ സംസ്കൃത ചിത്തനായി, കൾച്ചേർഡ് ആൻഡ് സിവിലൈസ്ഡ് ആക്കി മാറ്റുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾക്ക് തോന്നാതിരിക്കുകയും അവൻ പല അക്ഷരങ്ങൾ പാടി പഠിക്കുകയും അത് പരീക്ഷാ ഹാളിൽ അവൻ എഴുതി ചേർക്കുകയും ചെയ്യുക വഴി അവന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും അവൻ യോഗ്യനാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള യഥാർത്ഥത്തിൽ കുട്ടിക്ക് ലഭിക്കേണ്ട സംസ്കാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പലപ്പോഴും നമ്മുടെ മദ്രസകളിലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും യാതൊരു സാധ്യതയുമില്ല എന്നതാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു 100-ൽ 35 മാർക്ക് കിട്ടിയ കുട്ടിയും അടുത്ത വർഷത്തേക്ക് പഠിക്കുവാൻ യോഗ്യനാകുന്നു. ഇതൊരു ജീവിതം പഠിപ്പിക്കുകയാണല്ലോ. നമ്മൾ ജീവിതം പഠിപ്പിക്കുന്നിടത്ത്, കർമാനുഷ്ഠാനം പഠിപ്പിക്കുന്നിടത്ത്, സ്വഭാവ രൂപീകരണം പഠിപ്പിക്കുന്നിടത്ത് 100-ൽ 35 മാർക്ക് കിട്ടിയ കുട്ടിയെ നമ്മൾ അടുത്ത വർഷത്തേക്ക് പാസ്സാക്കുന്നു. 100-ൽ 100 കിട്ടിയ കുട്ടി ഒരു മാസം കൊണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ പോലും അവനെ ഒരു വർഷം നമ്മൾ അവിടെ ഇരുത്തുന്നു. ഇത് പണ്ടത്തെ ദർസ് വിദ്യാഭ്യാസവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മളുടെ മാറ്റമാണിത്. കാരണം നമ്മളിപ്പോ കേവലം പരീക്ഷാ കേന്ദ്രീകൃതമായ ഒരു പഠന രീതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പഠനം പ്രായോഗിക ജീവിതവുമായി ബന്ധമുണ്ടാവണം. കുട്ടി പഠിക്കുന്നത് അവന്റെ പ്രായോഗിക ജീവിതത്തിൽ ഉപകാരപ്പെടുന്നുണ്ടോ എന്നും ഉപകാരപ്പെടേണ്ടതാണ് എന്നും നമ്മൾ കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. രണ്ടാമതായി സാമൂഹ്യ പരിസരങ്ങളുമായി അവന് ഇണക്കമുണ്ടാവണം. ഈ പഠനം കേവലമായിട്ടുള്ള നമ്മുടെ ലളിത വഴികളിലൂടെ, കുറുക്കു വഴികളിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നായി നമ്മൾ നിസാരവൽക്കരിക്കരുത്. പലപ്പോഴും ആളുകൾ പറയും നമ്മുടെ സ്കൂളുകളിൽ കിട്ടുന്ന 1 മണിക്കൂർ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ മതി, ഇനി അതുമല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള 1 മണിക്കൂർ ഓൺലൈൻ വിദ്യാഭ്യാസത്തോടു കൂടി കഴിഞ്ഞു, എല്ലാം മതിയല്ലോ, അത്രയൊക്കെ മതിയല്ലോ എന്ന് പറയും. ഈ പറയുന്ന ആളുകളൊക്കെ 10ാം ക്ലാസ് വരെയൊക്കെ മദ്രസയിൽ നിർബന്ധമായി പഠിച്ചവരും ആ അറിവിന്റെ മേലെ നിന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവരൊക്കെ സംസാരിക്കുന്നത് എന്ന് പോലും അവർ പലപ്പോഴും ആലോചിക്കുകയില്ല. അപ്പോ നമ്മുടെ കുട്ടികളെ, ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട ഒരു പ്രക്രിയയെ കേവലമായ ഒരു നിസാരമായ കുറുക്കു വഴികളിലൂടെ സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്നും ഇതൊരു ജീവിത പഠനമാണ് എന്നും ഇതൊരു മൂല്യ വിദ്യാഭ്യാസമാണ് എന്നും ബോധമില്ലാതെ ഇത് കേവലം പാടി പഠിപ്പിക്കുന്ന എന്തോ പഠിക്കുകയും അത് കുട്ടി ആവർത്തിക്കുകയും ചെയ്യുക വഴി അവൻ വിജയിച്ചു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ മൂല്യ വിദ്യാഭ്യാസം മാറരുത് എന്നതാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങൾ പോലും നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും ഇത് കുട്ടിയിൽ തസ്ഗിയത്ത്, കുട്ടികളുടെ മനസ്സിൽ ദൈവബോധം ഉണ്ടാക്കുന്ന ഒരു ചിട്ട എന്നതിനപ്പുറം പലപ്പോഴും പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളും അതിന് ഉത്തരം എഴുതുന്ന രൂപത്തിൽ തന്നെയാണ് പുസ്തകങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ തന്നെയാണ് കുട്ടികൾ പരീക്ഷ എഴുതാറുള്ളത് എന്ന് നമുക്കറിയാം. തജ്വീദ് പഠനത്തിന് കുറച്ചു കാലം മുമ്പ് മദ്രസകളിൽ പരീക്ഷ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പലപ്പോഴും തജ്വീദ് പഠിപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ പരീക്ഷ എന്നതാണ് പലപ്പോഴും ലക്ഷ്യമായി വരുന്നത് എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തരത്തിലേക്ക് ഒരു മൂല്യ വിദ്യാഭ്യാസത്തെ നമ്മൾ തരം താഴ്ത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ സമൂഹത്തിൽ വലിയ ദോഷങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കേവലം കുട്ടി പഠിച്ച് പരീക്ഷാ പേപ്പറിൽ പകർത്തുന്നതിലൂടെ മാത്രം രൂപപ്പെടുന്ന ഒന്നല്ല മതവിദ്യാഭ്യാസം എന്നതാണ് സൂചിപ്പിക്കുന്നത്. പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പദങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ റഹീം എന്ന പദം അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരിടത്ത് മാത്രം പ്രവാചകനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേദനിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകൻ എന്ന് പറയുന്നിടത്ത് റഹീം എന്ന വിശേഷണം അള്ളാഹു പ്രവാചകന് കൊടുക്കുന്നുണ്ട്. കരുണാമയനായ പ്രവാചകൻ, കാരുണ്യവാനായ അള്ളാഹു പ്രവാചകന്റെ കാരുണ്യത്തെ നമുക്ക് വിവരിച്ചു തരികയാണ് വിശുദ്ധ ഖുർആനിലൂടെ. വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകന്റെ ഉത്കൃഷ്ടമായ സ്വഭാവത്തെ ഖുർആൻ പുകഴ്ത്തുന്നു. പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു. പ്രവാചകന്റെ സ്വഭാവവും പ്രവാചകന്റെ രീതിശാസ്ത്രങ്ങളും ആളുകളോടുള്ള പെരുമാറ്റ രീതികളുമൊക്കെ ഖുർആൻ ധാരാളമായി വർണ്ണിക്കുന്നു. പക്ഷെ നമ്മളൊരു കുട്ടിയോട് എന്താണ് പ്രവാചകൻ എന്ന് ചോദിച്ചാൽ നമ്മളൊരു കുട്ടിയോട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ചോദ്യം നമ്മൾ കുട്ടിയോട് ചോദിക്കുന്നു. കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് എന്താണ് പ്രവാചകൻ എന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ പേര്, പ്രവാചകന്റെ ഉപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, ജനിച്ച സ്ഥലം, മരിച്ച സ്ഥലം തുടങ്ങിയ ചരിത്ര പശ്ചാത്തലങ്ങളാണ് നമ്മളൊരു കുട്ടിയോട് നമ്മൾ സാധാരണ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. അത് വേണ്ട എന്നല്ല, കുട്ടി അവന്റെ ചരിത്ര രൂപീ, പക്ഷെ പ്രവാചകനെ കുറിച്ച് ചോദിക്കുമ്പോൾ കുട്ടി മൂല്യവത്തായ പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് കൊണ്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മദ്രസയിലൊക്കെ കുട്ടികളോട് ചോദിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ ആ രീതിയിൽ അഭിപ്രായം പറയും. വളരെ അഭിമാനമാണ് നമുക്ക് തോന്നാറുള്ളത്. കുട്ടികൾ ചോദിച്ചാൽ പ്രവാചകനെ കുറിച്ച് 5 വാക്ക് പറയൂ എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ, ഈ അടുത്ത് നമ്മൾ പരീക്ഷ നടത്തിയപ്പോൾ തന്നെ ഒരു കുട്ടി വളരെ മനോഹരമായിട്ട് പ്രവാചകൻ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല, സത്യം മാത്രമേ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ. പ്രവാചകനെ കുറിച്ച് ഒന്നാമത്തെ ആ കുട്ടിയുടെ അഭിപ്രായമാണ്. നമ്മൾ സാധാരണ ഒരു കുട്ടി പറയുമ്പോൾ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? പ്രവാചകൻ
നബിയെ കുറിച്ച് 5 വാക്ക് പറയാൻ പറയുമ്പോൾ 5 വാക്യം പറയാൻ പറയുമ്പോൾ നബിയുടെ പേര്, നബിയുടെ ജന്മസ്ഥലം, മരണസ്ഥലം, നബിയുടെ വാപ്പ ഉമ്മ, ഇതൊക്കെ നമ്മൾ സാധാരണ. പക്ഷെ ഒരു കുട്ടി ആദ്യമായി മുഹമ്മദ് നബിയെ കുറിച്ച് കൊണ്ട് ജീവിതത്തിൽ സത്യം മാത്രം പറഞ്ഞിരുന്ന ഒരാളാകുന്നു നബി എന്ന് പറയുന്നതാണ് അതൊരു മൂല്യമാണ്. അതാണ് ആ കുട്ടിയിൽ നിന്നുണ്ടാവേണ്ടത്. പ്രവാചകൻ ജീവിതത്തിൽ ആരെയും അടിച്ചിരുന്നില്ല. രണ്ടാമതായിട്ട് ആ കുട്ടി പറഞ്ഞ ഉത്തരാണ്, പ്രവാചക ജീവിതത്തിൽ ആരെയും അടിച്ചിരുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇതൊക്കെ നമുക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഒരു കുട്ടി നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ പാഠമാണ്. കാരണം എന്താ, നമ്മൾ പലപ്പോഴും അടിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് തോന്നുക പ്രവാചകൻ ജീവിതത്തിൽ ആരെയും അടിച്ചിരുന്നില്ല. അപ്പൊ ഈ മൂല്യമാണ് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പ്രവാചകൻ ആരാണ് എന്ന് രൂപപ്പെടുത്തേണ്ടത്. അതിനു പകരം നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. ജനിച്ച സ്ഥലം ടിക്കിടേണ്ടത് എവിടെയാണ്, മരിച്ച സ്ഥലം ടിക്കിടേണ്ടത് എവിടെയാണ് എന്ന തരത്തിലാണ് നമ്മൾ പലപ്പോഴും മതവിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മുടെയൊക്കെ വലിയ ആവശ്യം എന്താണ്? വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ആചാരങ്ങളെക്കാൾ എത്രയോ പ്രാധാന്യമാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസത്തിനും ധർമ്മത്തിനും നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ധർമ്മത്തിനും വിശ്വാസത്തിനും വിശുദ്ധ ഖുർആൻ നൽകിയ പ്രാധാന്യം ആചാരങ്ങളെക്കാൾ എത്രയോ കുറവാണ്. നമസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെ കുറിച്ചൊക്കെയുള്ള ആയത്തുകൾ വളരെ വിരലെണ്ണാവുന്ന ആയത്തുകൾ മാത്രമേ നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മുടെ കുട്ടികൾ പഠിക്കണമെന്ന്, നേരത്തെ പഠിക്കേണ്ടെന്നല്ല, നേരത്തെ പഠിക്കണമെന്ന് 2-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് 3-ലെത്തുമ്പോഴേക്ക് കുട്ടി മുഴുവൻ പ്രാർത്ഥനകളും വെള്ളം പോലെ കാണാതെ പഠിക്കണമെന്നാണ് നമ്മളേവരും ആഗ്രഹിക്കുന്നത്. രക്ഷിതാക്കൾ അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് മദ്രസകളിൽ നിന്ന് അതാണ് ആദ്യം തന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും. യഥാർത്ഥത്തിൽ ഒരു 2 വയസ്സ് 2-ാം ക്ലാസ്സിലോ 1-ാം ക്ലാസ്സിലോ ഉള്ള ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ പഠിച്ചതാണ്. അല്ലാഹുമ്മ ഉഫ്ർലിമ ഖദ്ദംതു വമാ അഖർതു വമാ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മൾക്ക് പോലും പലപ്പോഴും പലർക്കും അർത്ഥമറിയാത്ത പ്രാർത്ഥനയാണ്. അല്ലാഹു ഉഫ്ർലി വർഹംനി വജ്ബുർനി. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, വജ്ബുർനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം വജ്ബുർനി? നമ്മൾ നമസ്കാരത്തിൽ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുടെ ഇടയിൽ ചെല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഉഫ്ർലി എന്ന് നമുക്കറിയാം, വർഹംനി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. പക്ഷെ ഇതൊന്നും നമ്മൾ അർത്ഥമറിയാതെ പലപ്പോഴും നമ്മൾ വിഴുങ്ങുന്ന, പിന്നീട് അത് നമ്മളിങ്ങനെ ദിനേന ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളായി മാറുകയാണ്. എന്റെ ന്യൂനതകൾ പരിഹരിക്കണേ എന്നാണ് വജിബുർണി എന്നതിന്റെ അർത്ഥം. എല്ല് ഡോക്ടർക്ക് ആ പ്രയോഗം അറബി ഭാഷയിൽ പറയാറുണ്ട്. എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഒരു പൊട്ടിക്കഴിഞ്ഞാൽ അതൊരു ന്യൂനതയാണല്ലോ. ആ ന്യൂനത പരിഹരിക്കുന്നവൻ അള്ളാഹു. പടച്ചവനെ, എനിക്ക് എന്തൊക്കെയോ ന്യൂനതകളുണ്ട്, എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, ഈ കുറവുകൾ പരിഹരിക്കുന്നവനാണ് നീ പരിഹരിക്കണേ എന്നാണ് വജ്ബുർണി എന്ന് പറയുന്ന അർത്ഥം. നമ്മൾ പലപ്പോഴും ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മൾ കാണാതെ പഠിച്ച ശീലുകളായിക്കൊണ്ട് അപ്പൊ നമുക്ക് തിരക്കാണ്. ഇത്തരത്തിലുള്ള ധൃതിപ്പെടൽ കൊണ്ട് മതവിദ്യാഭ്യാസത്തിന്, മൂല്യത്തിന് ശോഷണം സംഭവിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കുട്ടി അല്പം ഖുർആൻ ഓതാൻ പഠിക്കുകയും കുറച്ചൊക്കെ ഹിഫ്ളാക്കുകയും നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവനോട് പറയുന്നു, നിങ്ങൾ എലിജിബിൾ ഫോർ വാല്യൂ ലൈഫ്, നിങ്ങൾക്ക് മൂല്യജീവിതം നയിക്കാൻ യോഗ്യനാണ്. നമ്മുടെ SLC സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ എലിജിബിൾ ഫോർ സ്കോളർഷിപ്പ് എന്നോ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നൊക്കെ കാണുന്ന പോലെ നമ്മൾ കുട്ടിയോട് പറയുന്നു, നീ യോഗ്യനാണ്, നീ ഇനി ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്ന്. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തുകൾ നിസ്സാരമല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് രാത്രി നമസ്കാരം പോലും വളരെ ഭക്തിസാന്ദ്രമായി നിർവഹിക്കുന്ന ആളുകൾ, ചില ആളുകൾ അല്ലെങ്കിൽ മനുഷ്യരെ കൊല്ലുന്നതിന് യാതൊരു മൂല്യവുമില്ലാതെ, യാതൊരു വിലയും കാണിക്കാത്തവരായി നമ്മൾ കാണുന്നത്. തീവ്രവാദികളായി പിടിക്കപ്പെടുന്ന പലരും വളരെ നിസ്സാരമായ എണ്ണം ആളുകളെ ഉള്ളൂ. എന്നിരുന്നാലും അവർ രാത്രി നമസ്കാരങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടാവും. ആ ആളുകൾക്ക് ഒരു മനുഷ്യനെ, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുന്നിടത്ത് അവന് മതം അവന്റെ ചിന്തയിലേ കടന്നു വരുന്നില്ല. വിശുദ്ധ ഖുർആനിലെ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമിഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ ജമിഅ എന്ന് പറയുന്ന അടിസ്ഥാന മൂല്യത്തെ 5-ാം അധ്യായം മാഇദയിലെ 32-ാം വചനം നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. ഒരു മനുഷ്യനെ എങ്ങാനും അകാരണമായി കൊന്നാൽ മനുഷ്യകുലത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്നും, ഒരു മനുഷ്യനെങ്ങാനും ജീവൻ കൊടുത്താൽ, രക്ഷിച്ചാൽ അവൻ മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്നും ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇത് അവർക്ക് ബാധകമാവുന്നില്ല. ചാവേറുകളാകുവാൻ, നിരപരാധികളെ കൊല്ലുവാൻ,
തീവ്രവാദത്തിന്റെ ആളുകളാകുവാൻ ഇത്തരം ആളുകൾക്ക്, ഞാനിത് പറയാൻ കാരണം ലോകത്തെ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും മുസ്ലിങ്ങളുള്ളവർക്കൊക്കെ ഈ മതവിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നതാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വലിയ ആചാരവിശ്വാസത്തിൽ വലിയ സമർത്ഥന്മാരായ ആളുകൾ പോലും, രാത്രിയിൽ ഉറക്കമൊഴിച്ച് നമസ്കരിക്കുന്ന ആളുകൾ പോലും ഒരു മനുഷ്യനെ നിസാരമായി കൊല്ലുന്നിടത്ത് അത് വലിയൊരു തെറ്റാണ് എന്ന് തോന്നാത്ത ആ മൂല്യം അയാളുടെ ജീവിതത്തിൽ പ്രവേശിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് നമ്മളിലേക്കും ബാധകമായ കാര്യമാണ്. ഇപ്പൊ ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ നടന്ന സംഭവം, ഒരു മനുഷ്യനെ ചെറിയ വാക്തർക്കത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ ഇടിച്ചു കൊല്ലുവാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ റോഡ് സംവിധാനങ്ങളും നമ്മുടെ വാക്കേറ്റങ്ങളും ഒക്കെ മാറാൻ പാടുണ്ടോ? ഇനി ലളിതമായി ചോദിച്ചാൽ, എന്റെ നിയമം ലംഘിച്ചുകൊണ്ടുള്ള എന്റെ ഒരു വാഹനമോട്ടം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്താൽ ഈ ആയത്തതിന് ബാധകമാവുമോ? നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? നമ്മുടെ വാഹനം ഓടിക്കുന്ന ഒരാൾക്ക്, ഒരു വിശ്വാസിക്ക് തോന്നുന്നുണ്ടോ എന്റെ വാഹനം ഓടിക്കുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ വധിക്കപ്പെട്ടാൽ അത് ഒരു മനുഷ്യകുലത്തെ മുഴുവൻ ഞാൻ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന ബോധത്തോടു കൂടിയാണോ നമ്മൾ വാഹനം ഓടിക്കാറുള്ളത്? നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്. നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മായം ചേർക്കുന്നിടത്ത് നമ്മൾ അറിയുന്ന സാധനങ്ങൾ മാത്രമാണോ നമ്മൾ ചേർക്കാറുള്ളത്? എത്ര പൊടികളാണ് അനുദിനം നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ അറിയാത്ത സാധനങ്ങൾ ചേർക്കുന്നത്? ഇതിന്റെ ഉപകാരം എത്ര, ഉപദ്രവം എത്ര എന്ന് നമുക്കറിയുമോ? ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ എത്രയുണ്ട് എന്നത് മൂല്യത്തിന്റെ ഭാഗമാണ്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനങ്ങളിൽ ഒന്നാണ്. സൂറത്ത് അറാഫിലെ 56-ാം വചനം, ഭൂമിയിൽ നന്മ വരുത്തിയ ശേഷം നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ഭൂമിയിൽ നന്മ വരുത്തിയ ശേഷം നിങ്ങൾ കുഴപ്പമുണ്ട്. ആ ഖുർആൻ വചനത്തിൽ 2 പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. ഇസ്ലാഹ്, അതിന് നേരെ വിപരീതം ഇഫ്സാദ്. ഇസ്ലാഹ് എന്ന് പറയുന്നത് ശുദ്ധീകരണ പ്രക്രിയയാണ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്, ഇഫ്സാദ് എന്ന് പറഞ്ഞാൽ അതിന് കേടുവരുത്തലാണ്. ഇസ്ലാഹിനെ കേടുവരുത്തുകയാണ്. അപ്പൊ വലാ തുഫ്സിദൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കേടുപാടുണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹ, അള്ളാഹു എല്ലാം ശരിപ്പെടുത്തി വെച്ചതാണ് ഇവിടെയുള്ള കാര്യങ്ങളെ. അപ്പൊ ഭൂമിയെ കേടുവരുത്തുന്ന ഒരു പ്രവർത്തനവും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവനാവണം മൂല്യബോധമുള്ള ഒരു മദ്രസ പഠനവും അതുപോലെ മൂല്യബോധമുള്ള ഒരു ജീവിതം നയിക്കുന്ന ആൾ. ഇതുപോലെ വിശുദ്ധ പ്രവാചകന്റെ ഒരു വലിയ സന്ദേശമുള്ള വചനമാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി എന്നത്. നമുക്കൊക്കെ അറിയാവുന്ന വചനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളൊരാളും വിശ്വാസികളാവുകയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളൊരാളും വിശ്വാസികളാവുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു ഫാമിലി ടൂർ പോവുകയാണ്. ടൂറിസ്റ്റ് ബസ് വിളിച്ച് ഒരു ഫാമിലി ടൂർ പോകുന്നു. രാത്രി 10-10:30 സമയം, 12 മണിയോട് അടുക്കുന്നു. നമ്മൾ നാട്ടിലേക്ക് എത്താൻ സമയമായി, അവസാനമാണ്, ടൂറിന്റെ അവസാന ഭാഗമാണ്. നമ്മൾ വണ്ടിയിലുള്ള നമുക്ക് ഔദ്യോഗികമായും അനൗദ്യോഗികമായും അംഗീകാരമുള്ള, പെർമിഷൻ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ സംവിധാനങ്ങളും ഓണാക്കി ഭൂമി കുലുക്കി നമ്മളവിടെ പാട്ടും കൂത്തും ചിലപ്പോൾ വണ്ടിക്കകത്ത് നമ്മൾ നടത്തും. ഇത് അവസാനിക്കാൻ പോവുകയാണ്. ഇതിന്റെ അവസാന ഭാഗമാണ്. രാത്രി 10 മണിക്ക് ശേഷം 12 മണിയോട് അടുക്കുന്ന എല്ലാ സമയത്ത് നമ്മൾ ചെയ്യും. ഇതിന്റെ നേരെ വിപരീത അവസ്ഥ ഒരാളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഉറക്ക ഗുളിക കുടിച്ച്, രോഗത്തിന്റെ അവസ്ഥയിൽ ഉറക്ക ഗുളിക കുടിച്ച് 9:30 മണിയാകുമ്പോൾ 10 മണിയാകുമ്പോൾ ഒരാൾക്ക് ഒരു ഉറക്കം കിട്ടിയ ഒരാളുടെ വീട് കുലുങ്ങും ഈ വണ്ടിയിലൂടെ പോയാൽ. അപ്പോ ആ സഹോദരന് അത് ഇഷ്ടമാവുകയില്ല എന്ന് ബോധ്യം വരുവാൻ കഴിയാത്തവരായി നമ്മൾ മാറിയിരിക്കുന്നു. നമ്മുടെ യാത്രകൾ, ഇപ്പൊ നമ്മളിപ്പോ ഈ അടുത്ത കാലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സമ്മേളനത്തിൽ 10 മിനിറ്റ് വൈകി. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക സമ്മേളനം, അതിന്റെ ശരിതെറ്റുകളൊന്നുമല്ല ഞാൻ പറയും. ഒരു ഇസ്ലാമിക സമ്മേളനം 10 മിനിറ്റ് വൈകി എന്നൊരു പദം തന്നെ നമ്മൾ അത് ന്യായീകരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിശ്വാസി മൂല്യമുള്ളവനാവുമ്പോൾ അവൻ ആളുകളുടെ പ്രശ്നങ്ങൾ, നിയമം പാലിക്കുന്നുണ്ടോ എന്നതിനപ്പുറം, അതിനേക്കാളപ്പുറം ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം രോഗികളായ ആളുകളും ഉറക്ക ബുദ്ധിമുട്ടുള്ളവരും പ്രയാസം അനുഭവിക്കുന്നവരുമായ ആളുകൾക്ക് ഒന്നും വേണ്ട, നിശാശലഭങ്ങൾക്കുള്ളതാണ് രാത്രി. 10 മണിക്ക് ശേഷമൊക്കെയുള്ള രാത്രി അവർക്കുള്ളതാണ്. നമുക്ക് ലൈറ്റ് ഇട്ട് ഇങ്ങനെ ആസ്വദിക്കാനുള്ള സമയമല്ല രാവ്. അത് അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു 10 മണി ഇശാ നമസ്കാരാനന്തരം അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ മതം നിയമമാക്കുമ്പോൾ, മതം നമുക്ക് നിർദ്ദേശം നൽകുമ്പോൾ മൂല്യങ്ങളാണ് മതം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മൂല്യങ്ങളെ
ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള മൂല്യവിദ്യാഭ്യാസം മഹല്ലുകൾ കേന്ദ്രീകരിച്ചുണ്ടാവേണ്ടതുണ്ട്. അത് എളുപ്പ വഴിയിലൂടെ ലഭ്യമാവുകയില്ല എന്നതാണ് സൂചിപ്പിച്ചു വരുന്നത്. അള്ളാഹു നമ്മുടെ സമൂഹത്തെയും നമ്മയും ഒക്കെ മൂല്യാധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂചിപ്പിച്ചു വന്നത്, നമ്മുടെ മുൻ തലമുറയൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മതവിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും വെച്ചുകെട്ടിയും അല്ലാതെയും ഒക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മളെയൊക്കെ ഈ നിലയിലേക്ക്, ഈ സമൂഹത്തെയും മഹല്ലുകളെയും ഒക്കെ രൂപപ്പെടുത്തിയത്. ആധുനിക സംവിധാനങ്ങൾ ധാരാളം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സംവാദം നടത്തുന്നത് ന്യൂജൻ, അവർ സാങ്കേതിക വിദ്യകളുടെ ലോകത്ത് ജനിച്ചവരാണ്. ആ ആളുകളുടെ സാങ്കേതിക വിദ്യകളിലൂടെ നമുക്കവരോട് സംവദിക്കേണ്ടതുണ്ട്. നമ്മുടെ പഴയ രീതിശാസ്ത്രവും പഴയ പ്രഭാഷണങ്ങളും പഴയ ക്ലാസ് റൂം സംവിധാനങ്ങളും ഒന്നും അവർക്ക് ദഹിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളും മൂല്യങ്ങളും ഒക്കെ നമ്മുടെ ക്ലാസ് റൂമുകളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു 150 വർഷം മുമ്പാണ് ദാറുൽ ഉലൂം എന്ന് പറയുന്ന ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ 1909 ദാറുൽ ഉലൂം എന്ന് പറഞ്ഞ വാഴക്കാട് സ്ഥാപനം, ആദ്യത്തെ മദ്രസ രൂപീകരിക്കപ്പെടുന്നത്. അതുവരെ യാതൊരു സ്ട്രക്ചറും ഉണ്ടായിരുന്ന, തറയിൽ കുത്തിയിരുന്ന് പഠിച്ചിരുന്ന, ഓതി പഠിച്ചിരുന്ന സംവിധാനത്തെ ക്ലാസ് മുറികളും ബെഞ്ചും കസാരയും മേശയും എന്തിനേറെ ഗ്ലോബും പുസ്തകങ്ങളും പരീക്ഷണശാലകളും ഒക്കെ അടങ്ങുന്ന രീതിയിലേക്ക് ഒരു 150 കൊല്ലം മുമ്പ് കേരളത്തിലെ ആദ്യത്തെ മദ്രസ വാഴക്കാട് സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് വന്ന രണ്ടാമത്തെ മദ്രസ, അതും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെയാണ് രണ്ടാമത്തെ മദ്രസ സ്ഥാപിക്കപ്പെട്ടത്. അത് നമ്മുടെ കൊടിയത്തൂരുള്ള സിറാജുൽ ഹുദ മദ്രസയാണ് കേരളത്തിലെ രണ്ടാമത്തെ മദ്രസ. അപ്പോൾ ഈ മദ്രസകൾക്ക് 100-ലധികം വർഷം പഴക്കമുള്ള വലിയ മദ്രസ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള നാടാണിത്. ആ സ്ഥാപനത്തിന്റെ വെളിച്ചം സ്വീകരിച്ചവരാണ് കേരളത്തിലെ ധാരാളമായ ആളുകൾ. ഇവിടെ മൊയ്ദ് മൗലവിയെ പോലുള്ള, കെ എം മൗലവിയെ പോലുള്ള ആളുകൾ ഈ ചേന്നമംഗല്ലൂരിലെ കോമുകുട്ടി കാക്കയുടെ ഏകാധ്യാപക വിദ്യാലയം 1935 90 വർഷം മുമ്പ് ഇവിടെ ഒരു ഏകാധ്യാപക വിദ്യാലയം ഉണ്ടാവുന്നതിന്റെ കോമുട്ടിക്കാക്ക വരെ വിദ്യാഭ്യാസം നേടിയത് ചാലകത്തിന്റെ കീഴിലാണ്. ഇങ്ങനെ നാട്ടിൽ വിജ്ഞാനം പരത്തുവാൻ കഴിയുന്ന രീതിയിൽ രണ്ടാമത്തെ ചാലകത്തിന്റെ മദ്രസയാണ് 1917 സിറാജുൽ ഹുദ കൊടിയത്തൂർ സ്ഥാപിതമായത്. അപ്പൊ ഇത്രയും 100-ലധികം വർഷം പഴക്കമുള്ള മദ്രസ പാരമ്പര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ മൂല്യവിദ്യാഭ്യാസം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു, തലമുറകൾ മാറുകയാണ്, സമ്പ്രദായങ്ങൾ മാറുകയാണ്. ഡിജിറ്റൽ ലോകം നമ്മുടെ മുമ്പിൽ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കുട്ടികളുടെ ഭാഷയിൽ സംവദിക്കണം, സാങ്കേതികത ഉപയോഗപ്പെടുത്തണം. എന്നാൽ കുറുക്കു വഴികളില്ല. എളുപ്പത്തിൽ 1 മണിക്കൂർ രാത്രി വാതിലടച്ചിരുന്നാൽ മൊബൈൽ ഫോൺ കുട്ടിയുടെ കയ്യിൽ കൊടുത്താൽ നേടാൻ കഴിയുന്ന ഒന്നിന്റെ പേരല്ല മൂല്യവിദ്യാഭ്യാസം. അതുമല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ അവരുടെ പീരീഡുകൾക്കിടയിൽ കിട്ടുന്ന 1 പീരീഡോ അല്ലെങ്കിൽ 2 പീരീഡോ സമയം കൊണ്ട് ആഴ്ചയിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നിന്റെ പേരുമല്ല മൂല്യവിദ്യാഭ്യാസം. മൂല്യവിദ്യാഭ്യാസം എന്നത് വിശ്വാസ, അനുഷ്ഠാന, സ്വഭാവ മൂല്യങ്ങളുടെ ജീവിത പരിശീലന കളരിയാണ്. വിശ്വാസ, സ്വഭാവ, അനുഷ്ഠാന മൂല്യങ്ങളുടെ ജീവിത പരിശീലന കളരിയാണത്. അതൊരു നിസ്സാരമായ സംഭവമല്ല. അതിൽ ലളിതവൽക്കരിക്കരുത്. അതിൽ ലളിതവൽക്കരിച്ചാൽ ഈ സമൂഹത്തിന് വലിയ അപകടം ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. സമൂഹത്തിലെ നമ്മുടെ നാടുകളിലേക്കുള്ള മദ്രസ സമ്പ്രദായങ്ങൾക്കൊക്കെ പല പരാധീനതകളും ഉണ്ടാവാം. അത് നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, അത് പരിഹരിച്ചുകൊണ്ട്, അതിനെ എല്ലാ കുട്ടികൾക്കും ഒരു 10-20 വയസ്സ് വരെ അല്ലെങ്കിൽ ഡിഗ്രി തലം വരെ എത്തിയ കുട്ടികൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും ലഭ്യമാകുന്ന തരത്തിലേക്ക് നമ്മളെല്ലാവരും കൂടിയിരുന്ന് അവരുടെ സമയവും സൗകര്യവും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഇല്ലെങ്കിൽ
നമ്മൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുമ്പത്തെ തലമുറ നമ്മളെ അങ്ങനെ പഠിപ്പിച്ച് നമ്മളെ നേർവഴിയിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഈ നാശത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാവാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നശിച്ചു പോയതിനു ശേഷം, ഒരു തലമുറ പൂർണ്ണമായി കയ്യിൽ നിന്ന് പോയതിനു ശേഷം, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മഹല്ല് കാരണവന്മാർ അല്ലെങ്കിൽ ഭാരവാഹികൾക്ക് ശേഷം പുതിയൊരു തലമുറ ഇവിടെ ഇരിക്കാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അത് അപകടകരമാണ് എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്തത് എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായി ഈ വിഷയത്തിലേക്ക് ഇടപെടണമെന്ന് എന്നോട് നിങ്ങളോടുമൊക്കെ ആത്മാർത്ഥമായി ഈ ഒരു വലിയ പ്രത്യേക സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും അതുവഴി സമൂഹത്തിലൊക്കെ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും സമൂഹത്തിൽ വളർന്നു വരുന്ന ലഹരിയോടും അതുപോലെയുള്ള തെറ്റായ പ്രവണതകളോടൊക്കെ ശക്തിയുക്തം പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ തലമുറ ഉണ്ടാകുന്ന ഒരു സമൂഹം അള്ളാഹു നമുക്ക് അതിനൊക്കെയുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്കൊക്കെ ധാരാളമായി അധ്വാനിച്ചിട്ടുള്ള ആളുകളുടെ അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് വെക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു ഇല്ലായ്മ ചെയ്യുമാറാവട്ടെ. കടം കൊണ്ട് വലയുന്ന മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മരണപ്പെട്ടവരായ ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരെയും നമ്മളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ലോകത്ത് അള്ളാഹു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, യുദ്ധഭീതിയിൽ നിലനിൽക്കുന്ന ആളുകളുടെ ഒക്കെ പ്രയാസങ്ങൾ അള്ളാഹു അവർക്കൊക്കെ അള്ളാഹുവിന്റെ വലിയ സഹായം അള്ളാഹു നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك.